എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏതാണ്ട് ഒരു വർഷം മുമ്പ് വരെ കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കോൺട്രാക്ടറായിരുന്നു. കമ്പി വെട്ടിക്കാതെയും സിമൻറ്റ് വെട്ടിക്കാതെയും ഓരോടമസ്ഥന് പോലും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ കൃത്യമായി ജോലി ചെയ്ത ഒരാൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിന്നും പണിത് എല്ലാ വീടുകളിലും കയറി ചെല്ലുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മേഖലയിൽ ഇന്ന് കാണിക്കുന്ന പല രീതികളും കാണുമ്പോൾ വളരെ സങ്കടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എഴുതുന്നത്. ഈ പണ്ടുകാലത്ത് മനുഷ്യൻ പുസ്തകങ്ങൾ എഴുതി വെക്കുമായിരുന്നു, ആളുകൾ അറിയാനും വായിക്കാനും വേണ്ടി. എന്നാൽ ഇന്ന് പുസ്തകങ്ങളൊന്നും വായിക്കുന്ന ഒരു പതിവ് പുതിയ തലമുറയ്ക്കില്ലാത്തത് കൊണ്ട് നമ്മൾ വിചാരിച്ചു വീഡിയോകൾ ചെയ്തിട്ടാൽ അത് ആളുകൾക്ക് എന്തെങ്കിലും ഗുണമാകുന്നെങ്കിൽ നമ്മൾ കിട്ടിയ ചില അറിവുകൾ മറ്റുള്ളവർക്ക് ലഭിക്കട്ടെ എന്നുള്ള വിശ്വാസത്തിലാണ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയത്. അല്ലാതെ വ്യക്തമായ വേറെ വളഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങളൊന്നും വെച്ചല്ല. നിങ്ങൾക്കറിയുമോ, ചില വർഷങ്ങൾക്ക് മുമ്പ്, ചില കാലങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ ലത്തൂരിൽ ഒരു ഭൂമികുലുക്കം ഉണ്ടായി. ആ ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം, മിക്ക കെട്ടിടങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞു വീണു, ഒത്തിരി ആളുകൾ മരിച്ചു. അപ്പോൾ ഞാൻ അന്നത് ശ്രദ്ധിച്ചിരുന്നു. ആ കെട്ടിടങ്ങളുടെയൊക്കെ ഈ പൊളിഞ്ഞു വീണ സ്ലാബുകൾക്കകത്തൊക്കെ 6mm കമ്പികൾ ഒരടി അകലത്തിൽ ഇങ്ങനെ വല പോലെ കെട്ടിയിട്ടായിരുന്നു കെട്ടിടം പണിതുകൊണ്ടിരുന്നത്. 6mm കമ്പി ഒരടി അകലത്തിൽ വല പോലെ കെട്ടി വാർക്കുമായിരുന്നു. അങ്ങനെ വല പോലെ കെട്ടി വാർത്ത കെട്ടിടങ്ങൾ ചെറിയൊരു കുലുക്കം വന്നപ്പോൾ പടപട വീണു. ഇപ്പോൾ എനിക്കൊരു കാര്യം പറയാൻ പറ്റും. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് കേരളത്തിലെ കെട്ടിട നിർമ്മാണ മേഖല തന്നെ തകർന്നുപോയി. ഒന്നാമത്തെ കാര്യം, എക്സ്പീരിയൻസ് ഉള്ള എൻജിനീയർമാർ, അവർക്ക് വളരെ ഡ്രോയിങ്ങുകൾ കുറവാണ്. ഈ കോഴ്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങും, പിറ്റേ ആഴ്ച അമ്മാച്ചനാണെന്നോ അളിയനാണെന്നോ ആരെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ സ്വന്തക്കാരനാണെന്നും പറഞ്ഞ് ഈ ചെറുക്കനെ വിളിച്ചൊരു പണി കൊടുക്കും. അവനാണ് ഇത് വരയ്ക്കുന്നത്. അവനിതിന് ഈ പേപ്പറിൽ ഇതിങ്ങനെ വരച്ച് വെക്കാനെന്നുള്ളതല്ലാതെ ഇതിൻ്റെ കമ്പി എന്നതാണെന്നോ, ഇതിൻ്റെ സിമെൻറ്റ് എന്നതാണെന്നോ, ഇതിൻ്റെ മിക്സിങ് എന്നതാണെന്നോ, ഇതിൻ്റെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്നാന്നോ, കൂട്ട് എന്നതാണെന്നോ, ഇതിൻ്റെ ആവശ്യം എന്താണെന്നോ, ഇതിൻ്റെ ഡിസൈൻ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. അതിപ്പം ITI ആണെങ്കിലും പോളിടെക്നിക് ആണെങ്കിലും BTech ആണെങ്കിലും MTech ആണെങ്കിലും MArch ആണെങ്കിലും BArch ആണെങ്കിലും എന്ത് കോഴ്സ് കഴിഞ്ഞാലും ഈ പഠിച്ചിട്ടിറങ്ങുന്നൊന്നുമല്ല സൈറ്റിലെ കാര്യങ്ങൾ. കാരണം ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ആ സൈഡിൽ സാങ്കേതിക വിദ്യാഭ്യാസം ഉള്ള ആളാണ്. കോളേജിൽ പഠിപ്പിക്കുന്ന ഒന്നുമല്ല സൈറ്റിലോട്ട് വന്നു കഴിയുമ്പോൾ. ഇതെങ്ങനെയാണ് എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ്ഡ് ആർക്കിടെക്റ്റിൻ്റെയോ എൻജിനീയറുടെയോ കൂടെയോ ഒരു 5 വർഷമെങ്കിലും നിന്ന് പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ ഇത് വൃത്തിയായിട്ട് വരയ്ക്കാൻ കഴിയൂ. അങ്ങനെ നിന്ന് പരിചയമുള്ള ഒരാൾ മാന്യമായ ഫീസും മേടിക്കും. ഇതിപ്പോൾ 1500 രൂപയ്ക്ക് വീട് വരച്ചു കൊടുക്കും. 1500 രൂപ മുതൽ അങ്ങോട്ട് ആ ഫീസ്. ഏറ്റവും ഫീസ് കുറഞ്ഞ ഒരുത്തനെ ഇരിക്കട്ടെന്ന് വെക്കും. അവൻ ചുമ്മാ വീങ്ങപ്പെട്ടി പോലെ 2 എണ്ണം വരച്ചു വെക്കും. അതെന്തിനാണ് എങ്ങനെയാണെന്ന് അവനും അറിയത്തില്ല, പണിയുന്നവർക്കും അറിയത്തില്ല. ഏറ്റവും ഭീതി എന്നാന്ന് ചോദിച്ചാൽ, ഇന്ന് രാവിലെ ഒരുത്തൻ മൈക്കാട് പണിക്ക് പോകുന്നു, ഒരാഴ്ച കഴിയുമ്പോൾ അവൻ മേസ്തിരിയായിട്ട് തിരിച്ചു വരുന്നു. ഒരാഴ്ച ആകുമ്പോൾ മേസ്തിരിയായിട്ട് വരുന്നതിന് ഒരു 15 ദിവസം അങ്ങോട്ട് മേസ്തിരി പണിക്ക് പോയാൽ പിന്നെ അവൻ കോൺട്രാക്ടറാണ്. എങ്ങനെയാണ് പണി? ഞാൻ സ്ക്വയർ ഫീറ്റിന് 300 രൂപ. എന്നാ സ്ക്വയർ ഫീറ്റ് അളക്കാൻ പോലും അവൻ അറിയത്തുമില്ല. ഇതാണ് സത്യം പറഞ്ഞാൽ ഇപ്പം നാട്ടിൽ നടക്കുന്നത്. ഈ ഭായിമാർ പണിയുന്ന കെട്ടിടങ്ങൾ തന്നെ മനുഷ്യൻ്റെ തലയിൽ വീഴും. എനിക്ക് 100% ഉറപ്പാണ്. ഇപ്പം എല്ലാവരും പറയും, പണ്ടൊക്കെ നമ്മുടെ കേരളത്തിലെ വീടുകളുടെ തറ കെട്ടിക്കൊണ്ടിരുന്ന കരിങ്കല്ലിലായിരുന്നു. ഇപ്പോൾ കരിങ്കല്ലിൻ്റെ പണിയൊന്നുമില്ല. ഇപ്പോൾ അങ്ങോട്ട് 5-6 കോളം അങ്ങോട്ട് വാർത്ത് അതിൻ്റെ മുകളിൽ ബീം വാർക്കുക. വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ വെറുതെ തെറ്റാത്. ഒരു കല്ല് നമ്മളെടുത്ത് കിണറ്റിലിട്ടോ 500 വർഷം കഴിഞ്ഞാൽ അവിടെ കിടക്കും. ഒരു സിമെൻറ്റ് കട്ട എടുത്ത് കിണറ്റിലിട്ടാൽ 5 വർഷം കഴിഞ്ഞാൽ പൊടിയായിപ്പോവും. ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾക്ക് ചെയ്യേണ്ട പോലെ ചെയ്താൽ പോലും ഒരു 40 വർഷത്തെ ആയുസേ ഉള്ളൂ. ഇതുപോലെ വെള്ളം പോലും ഒഴിക്കാതെ, ഇതുപോലെ എന്നതാ കൂട്ടെന്ന് പോലും അറിയാതെ, കമ്പി എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ലാത്ത ഭായിമാരും മൈക്കാട് പണിക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകളും ഒക്കെ പണിയെടുത്ത് ചെയ്താൽ ഇതിൻ്റെ നഷ്ടം അവസാനം വന്നു കയറുന്നത് കൃത്യമായിട്ടും പൈസ മുടക്കുന്നത് നിങ്ങളുടെ തലയിലായിരിക്കും. ഇത് വളരെ നല്ല വിദ്യാഭ്യാസം, നല്ല എക്സ്പീരിയൻസ് ഒക്കെ വേണ്ട ഒരു സംവിധാനമാണ്. വാർക്കയ്ക്കകത്ത് കമ്പി ഇടുമ്പോൾ ആ കമ്പി ഇടേണ്ടതിൻ്റെ പ്ലാൻ വരയ്ക്കുന്നത് അങ്ങനെയുള്ള എഞ്ചിനീയർമാരുടെ പേര് സ്ട്രക്ചറൽ എഞ്ചിനീയർമാരെന്നാണ്. അവരാണ് അത് എങ്ങനെയാണ് ഇടേണ്ടത് ഡിസൈൻ ചെയ്യേണ്ടത്. അവരതിൻ്റെ കനം കണക്ക് കൂട്ടി, ആ നിൽക്കുന്ന ഭൂമിയുടെ അവസ്ഥ കണക്ക് കൂട്ടി, ആ പ്രകൃതി രീതികളുടെ കണക്ക് കൂട്ടി, അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ തൊട്ട് മുകളിലേക്ക് സ്ട്രക്ചറൽ എഞ്ചിനീയർമാർ അതിൻ്റെ ഡിസൈൻ വരയ്ക്കേണ്ടത്. 25 ലക്ഷം രൂപ മുടക്കി പ്ലാൻ വരയ്ക്കുമ്പോൾ 25,000 രൂപ കൊടുത്ത് സ്ട്രക്ചറൽ എഞ്ചിനീയറെ വെക്കണം. അയാൾ വരച്ചു തരും. അയാൾ വരയ്ക്കുക മാത്രമല്ല, അയാൾ ആ വരച്ചതുപോലെയാണോ പണിയുന്നതെന്ന് വന്ന് ചെക്ക് ചെയ്യിക്കണം. വാർക്കുന്ന സമയത്ത് കൂടെ ആൾ നിൽക്കണം. ഇത് കമ്പി കെട്ടി വെച്ചിട്ട് ക്രാങ്ങൊക്കെ വളച്ച് കമ്പി കെട്ടിയിട്ട് കമ്പി വാർത്ത് പെടന്ന് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു കാര്യമില്ല.
നമ്മൾ പണിയിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ നാട്ടിലൊരു ഹോട്ടലിൽ ഇരിക്കുമ്പം ചില വർഷങ്ങൾക്ക് മുമ്പ് വാർക്കപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. വാർക്കപ്പണി ഇത് തൂമ്പാ പിടിച്ചിങ്ങനെ കോൺക്രീറ്റ് കൂട്ടിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്നെ എവിടെയായിരുന്നു പരിപാടി? ഞാനിപ്പോൾ കോൺട്രാക്ടറാന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി കുനിഞ്ഞിരുന്നൊരു ചിരി. ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നെ അറിയാം? ഇപ്പം എന്നെ അറിയാനിരിക്കുന്നേ. ഞാൻ ആരുടെയാണ് പണിയുന്നത്? അത് വിൽക്കാൻ പണിയുന്നവരുടെ പണിയുമെന്ന് പറഞ്ഞു. വിൽക്കാൻ പണിയുന്നവരുടെ. ഇപ്പം എൻ്റെ കൂടെ പണിതുകൊണ്ടിരുന്ന ഒരു ജോലിക്കാരൻ എനിക്ക് പണി കുറവായപ്പം വിൽക്കാൻ പണിയുന്ന ഒരു കെട്ടിടക്കാരൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ തറയുടെ ബെൽറ്റ് വാർക്കുക. തറയുടെ ബെൽറ്റ് വാർക്കാൻ നേരത്ത് കമ്പി റിങ് വളച്ചൊക്കെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടിരുന്നതിന് ഇപ്പം കോൺക്രീറ്റ് കൂട്ടിയും കിട്ടും. കമ്പി ഇട്ടില്ല. ഉടമസ്ഥനൊന്നും ഇല്ല അവിടെ. പലക വെക്കുന്നു, കമ്പി പണിത് ഇട്ടിട്ട് വേണം കോൺക്രീറ്റ് ഇടാൻ. കമ്പിയൊന്നുമില്ല. കമ്പി അപ്പുറത്തോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ചോദിച്ചപ്പോൾ പറയാം, ജനലിൻ്റെയും കതകിൻ്റെയും മണ്ടേ മാത്രമേ ലിൻഡലിൽ കമ്പി ഇടുള്ളൂ, ബാക്കിയൊന്നും ഇടുകയായിരുന്നു. ഈ രീതിയിലുള്ള തട്ടിക്കൂട്ട് പണികളായിപ്പോൾ. ഇപ്പം നമ്മൾ എംസാൻഡ് വരുന്നു, അല്ലെ പി സാൻഡ് വരുന്നു. എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്ന ഇത്തന്ന് വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം താഴോട്ട് വീണാൽ അത് നല്ല ശുദ്ധമായ എംസാൻഡാന്നാണ്. ഒന്നുമല്ല. ഒരു കർഷകകാരൻ പറഞ്ഞു, ആലം ചേർത്താൽ ശുദ്ധമായ വെള്ളം താഴോട്ട് വീഴും. അപ്പോൾ ഈ പൊടിയല്ല അതിനകത്ത് ഇരുന്നോളും. അപ്പോൾ ഞാൻ ചോദിച്ചു, നല്ല എംസാൻഡ് എങ്ങനെ തിരിച്ചറിയും? ആ കലക്കലൊക്കെ ശകലം വരുന്നുണ്ടെങ്കിൽ ആ എംസാൻഡാണ് നല്ലത്. ഇത് തമ്മിൽ എന്നാ വ്യത്യാസം? അദ്ദേഹം പറഞ്ഞു, ഈ ആലത്തിനകത്ത് ഇരുമ്പിട്ടാൽ ഇരുമ്പ് തുരുമ്പിച്ചു പോകും. ഈ ആലം ചേർന്ന് എംസാൻഡ് ഇട്ട് വാർത്താൽ ഇത് തുരുമ്പിച്ചു പോകും. അപ്പോൾ തെളിഞ്ഞതാണോ നല്ലത്, തെളിയാത്തതാണോ നല്ലത്? ഇതൊന്നും അറിയാൻ മേലാതെ ഈ വടക്കേണ്ടിയ കിടക്കുന്ന ഭായിമാരെ വിളിച്ച് ഈ പണി കൊടുക്കും. ഈ പണിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തവനെ ഏൽപ്പിക്കും. ഇത് അവസാനം നിങ്ങൾ 1 ലക്ഷം മുടക്കുന്നെങ്കിലും അതിൻ്റെ നഷ്ടം നിങ്ങളുടെ തലയിൽ തന്നെ വന്ന് കയറും. ഈ സിമെൻറ്റും കോൺക്രീറ്റിനകത്ത് മണൽ, മിറ്റില്, സിമെൻറ്റ് ഇതിൻ്റെയൊക്കെ ഒരു കണക്കുകളുണ്ട്. M15 എന്ന് പറഞ്ഞ കോൺക്രീറ്റ് ഉണ്ട്, M20 എന്ന് പറഞ്ഞ കോൺക്രീറ്റ് ഉണ്ട്, M25 എന്നുള്ള കോൺക്രീറ്റ് ഉണ്ട്. ഇതൊക്കെ അറിയാവുന്ന, നിങ്ങളുടെ വീട് പണിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേസ്തിരിയോട് ചോദിച്ചാൽ M25 എന്ന് പറഞ്ഞ കൂട്ട് എത്രയാണ്? മേസ്തിരി, ഈ കൂട്ടിന് എത്രയാണ് വെള്ളം ചേർക്കേണ്ടത്, വാട്ടർ സിമെൻറ്റ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ അറിയാവുന്നവർ എത്ര പേരുണ്ട്? ഈ കമ്പി ഏതാണ്, ഇതിൻ്റെ ഡിസൈൻ എന്താണ്, ഇതിൻ്റെ രീതികൾ എന്താണ്, അതുപോലെ കവർ ബ്ലോക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇങ്ങനെ ടെക്നിക്കൽ സൈഡിൽ 100 കണക്കിന് കാര്യങ്ങൾ നിർമ്മാണ മേഖലയിലുണ്ട്. അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, പണ്ട് നമുക്കറിയാവുന്ന ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ വാർക്കയുടെ സമയത്ത് സൂപ്പർവൈസർ കോഴ്സൊക്കെ കഴിഞ്ഞ് വന്നതാണ്, പയ്യനാണ്. അവനോട് പണിക്കാർ വന്ന് ചോദിച്ചിട്ടു, സാറേ ഇതിനെങ്ങനെയാണ് മണലും മെറ്റലൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ആ കുട്ടക നിറച്ചം കിട്ടോളാൻ. കുട്ടക നിറച്ച് മണലും മെറ്റലും ഇട്ടു. പോകുന്ന ആർക്കാ? ഉടമസ്ഥനം. അതുകൊണ്ട് പറയട്ടെ, ദയവ് ചെയ്ത് പറയട്ടെ, നിങ്ങൾ നാളെ ഒരു കാലത്ത് ഈ വീട് നിങ്ങളുടെ തലേ വീഴാതിരിക്കണമെങ്കിൽ, നിങ്ങൾ പണിത് ഈ സംവിധാനം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, നമ്മളൊരു രോഗം വന്നാൽ നമുക്കറിയാവുന്നൊരു നല്ല ഡോക്ടറെ അടുത്ത് പോകുന്ന പോലെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ നല്ല സ്കൂളിൽ കൊണ്ടുവിടുന്നത് പോലെ, നമ്മളൊരു ഡ്രസ്സ് എടുക്കുന്നെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാഹചര്യത്തിന് ഒത്തു കിട്ടുന്ന കൊള്ളാവുന്ന ഒരു സ്ഥലത്ത് പോകുന്ന പോലെ, നമ്മളൊരു ഹോട്ടലിൽ കയറുന്നെങ്കിൽ നമ്മുടെ സാമ്പത്തിക സാഹചര്യത്തിനനുസരിച്ച് നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരുവിധം വൃത്തിയും മെനയുള്ളൊരു സ്ഥലത്ത് കയറുന്നത് പോലെ, നമ്മളൊരു വാഹനം മേടിക്കുമ്പോൾ നമുക്ക് താങ്ങാവുന്ന രീതിയിലുള്ളൊരു സാഹചര്യം ചെയ്യുന്നത് പോലെ, ഈ കെട്ടിടം പണി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ പണിയെടുക്കുന്നതിൻ്റെ 50 മുതൽ 80% വരെ പൈസ മുടക്കുന്ന പരിപാടിയായത്. ഒരുമാതിരിപ്പെട്ട എഞ്ചിനീയർമാരോ കോൺട്രാക്ടർമാരോ ആദ്യം ഉള്ള തുക പറയല. തുക പറഞ്ഞാൽ വീട്ടുകാരൻ പണി തുടങ്ങിയല്ല. അതുകൊണ്ട് അവർ ആദ്യമേ അതിൻ്റെ 1/3 പറയുള്ളൂ. ഒരു വീട് പണി തീർന്നാൽ വീട് മാത്രം കൊണ്ടേ താമസിക്കാൻ പറ്റില്ല. കോമ്പൗണ്ട് വേണം, സെപ്റ്റിക് ടാങ്ക് വേണം, ഡ്രൈ പിറ്റ് വേണം, വേസ്റ്റ് പിറ്റുകൾ വേണം, കിണർ വേണം, പിന്നെ ഗേറ്റ് വേണം, മിറ്റം പണി തീരണം, അതിൻ്റെ പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ഡ്രെയിനേജ് സംവിധാനം എല്ലാം വേണം. ഇതൊന്നും ചെയ്യാതെ വീട് മാത്രം അതിൻ്റെ 1/3 തുക പറഞ്ഞ് നിങ്ങൾ ഈ അബദ്ധത്തിൽ പോയി ചാടരുത്. അതുകൊണ്ട് എനിക്കിതിനകത്ത് പറയാനുള്ളത്, ഈ രാവിലെ മൈക്കാട് പണിക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ച് മേസ്തിരി ആയിട്ടും പിറ്റേ ദിവസം കോൺട്രാക്ടറായിട്ടും ഒക്കെ വരുന്നവന്മാരെ വിളിച്ച് പണി ഏൽപ്പിക്കരുത്. അവർക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഏറ്റവും അപകടം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തികൾ നല്ലപോലെ നനയ്ക്കേണ്ടതാണ്. വാർക്കയൊക്കെ 12-13 ദിവസമെങ്കിലും വെള്ളത്തിൽ മുങ്ങിക്കിടക്കണമെന്നാണ് അതിൻ്റെ വ്യവസ്ഥ. ഇപ്പോൾ ഈ ഭായിമാർ പണി തുടങ്ങിയ പിന്നെ വെള്ളം ഒഴിക്കുന്ന പണി പോലുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളിപ്പം വീട് പണിതുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ വീട് പണിതുകൊണ്ടിരിക്കുന്ന ഭായിമാരാണെങ്കിൽ, അത് നിങ്ങളുടെ തലേ വീഴാനുള്ള സാധ്യത 90% ഉറപ്പാണ്. അത് അവരായതുകൊണ്ടല്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തൊന്നുമില്ല. അവരിവിടെ വരുന്നു, അവരിങ്ങോട്ട് മൈക്കാടായിട്ട് വരുന്നതാണ്. അവരിൻ്റെ ഇടയ്ക്ക് തേക്കാൻ പഠിക്കും. അത് തേക്കാൻ പഠിക്കുമ്പോൾ അവരങ്ങ് ചെയ്യും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം. ഈ പാറമണലിന് സിമെൻറ്റിൻ്റെ കളറാണ്, എംസാൻഡിന് സിമെൻറ്റിൻ്റെ കളറാണ്, പി സാൻഡിന് സിമെൻറ്റിൻ്റെ കളറാണ്. ഇത് തമ്മിൽ തൂമ്പാ കൊണ്ട് ഇങ്ങനെ 4 വലിയൊന്നും വലിച്ചാൽ ഇത് മിക്സ് ആവില്ല എന്നതാണ് പ്രധാനം. ഇത് മിക്സ് ആകണേ എന്ത് ചെയ്യണം? ഇത് സിമെൻറ്റും എംസാൻഡും പി സാൻഡും ഒക്കെ ഇത് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് മിക്സർ മെഷീനിലിട്ട് ഇളക്കി മിക്സ് ചെയ്ത് താഴെ ഇട്ടാൽ മാത്രമേ ഇത് മിക്സ് ആവുള്ളൂ.
അല്ലെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, തേച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ താക്കോൽ കൊണ്ട് ഇങ്ങനെ ചിരണ്ടാങ്കിൽ അവിടെ ഇവിടെ എല്ലാം പൊളിഞ്ഞു പോരും. തേച്ച് കഴിഞ്ഞ് പുട്ടി അവിടെ ഇവിടെ എല്ലാം പൊളിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ സിമെൻറ്റും മണലും കൂടെ മിക്സ് ആയിട്ടില്ലെന്നാണ്. സിമെൻറ്റും മണലും കൂടെ മിക്സ് ആകണമെങ്കിൽ ഈ എംസാൻഡും പീസാൻഡും അല്ലെങ്കിൽ ഈ ഇതുമൊക്കെ ആയിട്ട് മിക്സ് ആകണമെങ്കിൽ അത് മെഷീൻ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ മെഷീനൊക്കെ ഉപയോഗിച്ച് അത് വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ അതിന് പൈസ ആവും. ഇത് അങ്ങോട്ട് 2 വലി വലിച്ച് ഇങ്ങോട്ട് 2 വലി വലിച്ച് വാരിക്കോരി പിറ്റേലോട്ട് വെക്കുന്നു. അവസാനം നിങ്ങളുടെ തലയിൽ തന്നെ ഇത് വന്ന് കയറും. അതുപോലെ ഈ പൊടിയെന്നും പറഞ്ഞ് മേടിക്കുന്ന സാധനം, ഈ കോറിയിലെ വേസ്റ്റ് മണ്ണും കല്ലും കാഷണവും എല്ലാം കൂടെ കൂടി പൊടിച്ചുകൊണ്ട് വരുന്നതാണ്. ഇതെല്ലാം നിങ്ങളെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് കെട്ടിടം പണിയുന്നവർ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അറിയാവുന്ന ഒരാളെ, കമ്മീഷൻ മേടിക്കാത്ത ഒരാളെ, കളിപ്പിക്കാത്ത ഒരാളെ സൂപ്പർവൈസറായിട്ട് ഏൽപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ മുടക്കുന്ന പൈസ വെള്ളത്തിൽ പോവും. ഇപ്പോൾ എല്ലാവരും റേറ്റ് മാത്രമാണ് നോക്കുന്നത്. ഒറ്റ കാര്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങൾ തന്നെ ഒരു മേസ്തിരിയെ വിളിച്ച് പണിയിപ്പിച്ചാൽ മേസ്തിരിക്ക് ശമ്പളം കൊടുക്കണം, മൈക്കാടിന് ശമ്പളം കൊടുക്കണം, സിമെൻറ്റ് കമ്പി മണലും മിറ്റലെല്ലാം മേടിക്കണം. അത്രയും നിങ്ങൾ മുടക്കുമെങ്കിൽ അതിൽ താഴെ പൈസയ്ക്ക് ഒരുത്തൻ ചെയ്യാമെന്നും പറഞ്ഞ് വന്നാൽ ഉറപ്പായിട്ടും അത് കളിപ്പീര. ഇപ്പോൾ അത് അങ്ങനെ ആയിട്ടുണ്ട്. ഒരു ചെറിയ ഉലുക്കം, റിക്ടർ സ്കെയിലിൽ ഒരു 5.5 or 6 വല്ലതും കുലുങ്ങിയാൽ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട പുതിയ വീടുകളൊക്കെ തന്നെ താഴെ വീഴും. അതിനുള്ള സാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.